സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായിട്ടാണ് സമരസംഗമം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സമരസംഗമം സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ സമരസംഗമം സംഘടിപ്പിച്ചത്. ചേർത്തല നഗരസഭ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരസംഗമം ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ ഉദ്ഘാടനം ചെയ്തു. പശുവിന്റെ തോലുരിയാൻ പാടില്ലെങ്കിൽ ഒരു പുലർതൊഴിൽ തന്നെ അവസാനിച്ചു പോകും. അത് ദളിതരെയും പിന്നോക്കക്കാരെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. മതന്യൂനപക്ഷത്തിൽപ്പെടുന്നവരെ മാത്രമല്ല RSSന്റെ ലക്ഷ്യം. കാരണം മനുസ്മൃതിയിൽ ബാക്കി പറഞ്ഞു വെക്കുന്നുണ്ട്. മനുസ്മൃതിയുടെ ഭാഗമായി പറയുന്നത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ മനുഷ്യരെ 4 വിഭാഗത്തിൽ അണിനിരത്തി. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഉയർന്ന സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ആ സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ മനുഷ്യന്റെ തലയാണ് അവർ പറയുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ ഉടലാണ്, കൈകളാണ് വൈശ്യൻ, കാലുകളാണ് ശൂദ്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ വരുന്നത്. ശൂദ്ര വിഭാഗത്തിൽപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകൾ ഈ RSSന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. RSSന് അനുകൂലമായി അത് ദളിതരും പിന്നോക്കക്കാരനുണ്ട്. ശൂദ്രൻ എന്ന RSS പറയുന്നത് നായർ വിഭാഗം മുതൽ താഴോട്ടുള്ള ആളുകളാണ്. ആ ശൂദ്രർ രാജ്യത്ത് ജീവിക്കപ്പെടാൻ പോലും കഴിവില്ലാത്തവരാണ്. അവർക്ക് രാജ്യത്ത് അംഗീകാരം പോലും കിട്ടാത്തവരാണ്. മനുഷ്യരായി അംഗീകരിക്കപ്പെടാൻ കഴിയാത്തവരാണ് ശൂദ്രർ. ബാക്കി 3 വിഭാഗത്തിൽപ്പെടുന്നവർക്കും കീഴടങ്ങി ഭയപ്പെട്ട് അവർക്ക് പാദസേവ ചെയ്ത് ഈ രാജ്യത്ത് ജീവിക്കണമെന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനു വേണു അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി ജിസ്മി കെ ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ അഡ്വക്കേറ്റ് കെ പ്രസാദ്, അഡ്വക്കേറ്റ് മാരിഫ്, NR ബാബുരാജ്, B വിനോദ്, PM പ്രമോദ്, P ഷാജി മോഹൻ, സാബു, ഷെർലി ഭാർഗവൻ, PS പുഷ്പരാജ്, C ശ്യാംകുമാർ, വൈഭവ് ചാക്കോ, അനുപ്രിയ, TS സുധീഷ്, S സുമേഷ്, സതീഷ് സദൻ, R സനൽകുമാർ, P വിഷ്ണു, യദു കൃഷ്ണൻ, അഭിഷേക് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് ട്രഷറർ വിമൽ മോഹൻ നന്ദി പറഞ്ഞു. വിൻ മീഡിയ ചേർത്തല.